നമ്മുടെ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടി പൂർത്തീകരിക്കാൻ വേണ്ടി നമ്മൾ പല വഴികളും നോക്കും. ചിലരത് നേർവഴികൾ നോക്കും, ചിലർ കുതന്ത്രങ്ങൾ നോക്കും. അപ്പോൾ അത്തരത്തിലുള്ള മനുഷ്യന് അടിസ്ഥാനപരമായി സമ്പത്തിനോടുള്ള അമിതമായിട്ടുള്ള ആഗ്രഹം അവനെ ഏതെല്ലാം തലത്തിലേക്ക് കൊണ്ടുചെല്ലും എന്നുള്ളത് ഈ പരിവാറിലുണ്ട്. ഇതിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഈ പരിവാർ അങ്ങനെ വളരെ നമ്മുടെ ഈ സമൂഹത്തിൽ കാണുന്ന വളരെ ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. ഇതിൽ പറഞ്ഞു വളരെ രസകരമായി പറയുന്നു. ഒരു വലിയ ചോദ്യം ചോദിക്കണ്ടേ, ഇതിനിടയ്ക്ക് നിനക്ക് എങ്ങനെ നേരം കിട്ടിയടേ എന്ന് ഒരു കഥാപാത്രം ചോദിക്കുന്നൊരു നിമിഷമുണ്ട്. അതെ, ഇത്രയും തിരക്കിനിടയ്ക്ക് നിനക്ക് ഇതിനൊക്കെ എവിടെ നിന്ന് നേരം കിട്ടി? പലരും പല കാര്യങ്ങളാണ് ഇതിനിടയിൽ കൂടെ നേടിയെടുക്കുന്നത്, പറഞ്ഞു പോകുന്നത് അല്ലേ. ചിലർ സമ്പത്ത് നേടിയെടുക്കും, ചിലർ വേറെ അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കും. അങ്ങനെ പല ഓട്ടമാണിത്. കഥാപാത്രങ്ങൾ മത്സരിച്ച് ഓടുകയാണ് ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്താൻ വേണ്ടി. എല്ലാവർക്കും ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി അവർ ഓടുകയാണ്. അവരുടെ ഓട്ടമാണ് പരിവാർ. അതിനിടയ്ക്ക് കിടമത്സരമുണ്ട്. ആ ലക്ഷ്യത്തിലെത്തിയോന്ന് അറിയാൻ വേണ്ടി മാർച്ച് 7-ാം തീയതി തിയേറ്ററിൽ ചെന്ന് ആ ലക്ഷ്യം നമുക്ക് അറിയാൻ പറ്റും ഏതൊക്കെയാണ്. ഇപ്പൊ ആ കഥാപാത്രം എന്ന ഡയലോഗ് ഉണ്ടല്ലോ, എങ്ങനെയാണ് ഇതിനിടയ്ക്ക് നിനക്ക് ഇതൊക്കെ ചെയ്യാൻ എങ്ങനെ നേരം കിട്ടിയടേ? അതുപോലെ തന്നെ ഇതിന്റെ ഇടയ്ക്ക് എന്ത് തിരക്കുണ്ടെങ്കിലും ഇതിന്റെ ഇടയ്ക്ക് ഈ സിനിമ കാണാനും മറക്കണ്ട. ഇല്ല, അതിന്റെ ഇടയ്ക്കൊന്ന് അങ്ങനെ പറഞ്ഞു പോവാണെങ്കിലേ ഈ സിനിമ സമരമൊക്കെ വരുന്നുണ്ടല്ലോ ജഗദീഷ് ചേട്ടാ, സമര പ്രഖ്യാപനമൊക്കെ നടത്തി. അല്ല, അതിനകത്ത് ചർച്ചകൾ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അനൗപചാരിക ചർച്ചകൾ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ലീഡിങ് സ്റ്റാർസ് തന്നെ അനൗപചാരിക ചർച്ചകൾ പ്രൊഡ്യൂസേഴ്സുമായിട്ട് നടത്തി തുടങ്ങിയിട്ടുണ്ട്. അത് ഫലം കാണുന്നതാണ് എനിക്ക് രഹസ്യ വിവരം കിട്ടിയിരിക്കുന്നത്. ജഗദീഷേട്ടനൊക്കെ അതിൻ്റെ ചർച്ചയുടെ ഭാഗമാവുമോ? ഞാൻ ചർച്ചയുടെ ഭാഗമല്ല, പക്ഷേ ചർച്ചകൾ നടക്കുന്ന വിവരം എനിക്കറിയാം. അനൗപചാരികമായിട്ടുള്ള ചർച്ചകൾ നിർമ്മാതാക്കളും സ്റ്റാർസും തമ്മിൽ, ലീഡിങ് സ്റ്റാർസും തമ്മിൽ നടക്കുന്നുണ്ട്. അത് ഇപ്പോൾ മഞ്ഞുരുകി തുടങ്ങിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു, ഒരു ടേബിളിന് ചുറ്റും ഇരുന്ന് ചർച്ച ചർച്ച കോംപ്രമൈസിലോട്ട് എത്തിക്കൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും മോശമായിട്ട് പറയാൻ കുഴപ്പമല്ലേ? അതെ, ചർച്ച കോംപ്രമൈസിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്, മഞ്ഞുരുകിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഞാൻ വീണ്ടും കുഴപ്പമുള്ള എൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഡയലോഗും പ്രതീക്ഷിക്കരുത്. മഞ്ഞുരുകി തുടങ്ങി, അത് ഞാൻ പറയാം. മഞ്ഞുരുകി തുടങ്ങി. പ്രൊഡ്യൂസേഴ്സും താരങ്ങളുമായിട്ടുള്ള അമ്മയുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ, അതിൻ്റെ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആയി തുടങ്ങിയിട്ടുണ്ട്. അനൗപചാരിക ചർച്ചകൾ വളരെ സ്ട്രോങ് ആയിട്ട് നടക്കുന്നുണ്ട്. 2 ദിവസത്തിനുള്ളിൽ തീരുമെന്നാണ്. 2 ദിവസത്തിനുള്ളിലല്ല, അനൗപചാരിക ചർച്ചകളല്ലേ നടക്കുന്നത്. ഔദ്യോഗികമായിട്ടൊരു ചർച്ചയിലേക്ക് മാറും. എന്നിട്ട് അതുവരെ എത്തുന്നതിന് മുമ്പ് ഔദ്യോഗിക ചർച്ച എത്തേണ്ടി വരില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതല്ലേ, ഔദ്യോഗിക തലത്തിലുള്ള ഒരു ചർച്ചയുടെ ആവശ്യം വരില്ല. അനൗദ്യോഗിക ചർച്ചകളിൽ തന്നെ നല്ല ഫലപ്രാപ്തിയുണ്ട്. അതുകൊണ്ട് ഇത് സോൾവ് ആകും. സോൾവ് ആകണമെന്നാണ് എനിക്ക് കിട്ടിയ വിവരമാണ്, എൻ്റെ വിശ്വാസമാണ്. നമ്മുടെയൊക്കെ ആഗ്രഹം സോൾവ് ആകണമെന്നുള്ള. സോൾവ് ആകാനുള്ള എല്ലാ സാധ്യതയും തെളിയുന്നുണ്ട്. അത്രയും മാത്രം ഞാൻ പറയാം. അതിൻ്റെ കൂടുതൽ വിശദ വിവരങ്ങൾ എനിക്ക് ഈ സ്റ്റേജിൽ പറയുന്നത് ശരിയല്ല. നല്ല രീതിയിൽ ചർച്ചകൾ നടക്കുക. താരസംഘടന അമ്മയുടെ ജനറൽ ബോഡി ജൂണിൽ വരികയാണ്. അതെ, അവസാന ഞായറാഴ്ചയാണ് സാധാരണ വരുന്നത്. എങ്ങനെയാണ് ഈ തവണ മത്സരത്തിനോ അങ്ങനെ? മത്സരത്തിന് ഞാനില്ല, നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മത്സരത്തിന് ഞാനും ഇന്ദ്രൻസും ഉണ്ടാവില്ല, ഞങ്ങൾ നേരത്തെ പ്രഖ്യാപിച്ചു. ഞങ്ങൾ രണ്ടുപേരും കൂടെ വേറെ ഒരു സംഘടനയല്ല, വേറെ ഒരു കലാപരമായിട്ടുള്ള സിനിമയുമായി ബന്ധപ്പെട്ട ഞങ്ങൾ ഒരു കലാസംഘടന ഞങ്ങൾ ഉണ്ടാക്കാനുള്ള ബാലെ രൂപീകരിക്കാൻ. ഞാൻ സീരിയസ് ആയിട്ട് പോയായിരുന്നോ? നിങ്ങളൊരു പോയി. അപ്പൊ ഇന്ദ്രൻസ് ആയിട്ട് അത് കോമഡിയിലേക്ക് വന്നപ്പോ അത്ര സീരിയസ് ഇല്ലാന്ന് എനിക്ക് മനസ്സിലായി. ബാലെ ഞങ്ങളൊരു ബാലെ ട്രൂപ്പ് ഒക്കെ നിന്നൊരു അവസ്ഥയിലാണ്. അപ്പോൾ ഞങ്ങൾ മലയാള സിനിമയ്ക്ക് വേണ്ടി ഒരു ബാലെ ട്രൂപ്പ് തുടങ്ങി. ഞാനിതിൽ എനിക്ക് ഈ ഭീമന്റെ വേഷം ചെയ്തപ്പോൾ എനിക്കൊരു കൊതി തുടങ്ങിയത്. അപ്പം ബാലയിലാകുമ്പോൾ പല ഇന്ദ്രൻസാണ് ഇങ്ങനെ ഒരു നിർദ്ദേശം വെച്ചത്. നമുക്ക് ഒരുപാട് മലയാള സിനിമയിൽ ഒരു ബാലെ ട്രൂപ്പ് തുടങ്ങിയാൽ എങ്ങനെയുണ്ടാകും? ഞാൻ പറഞ്ഞു ഇന്ദ്രൻസ് മുൻകൈ എടുത്താൽ ഞാൻ കൂടാന്ന് പറഞ്ഞു. എനിക്ക് ബാലെ വഴങ്ങുന്ന കാര്യം തന്നെയാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല ബാലെ. അപ്പം ഞാൻ റെഡിയാണ്. അപ്പം ഇന്ദ്രൻസിൻ്റെ സാറും കൂടെ ഉണ്ടാവും. സംവിധാനം ബാലെ ഏൽപ്പിക്കും. അമ്മയ്ക്ക് നല്ലൊരു വേഷം ഉണ്ടാവും. അങ്ങനെ ഒരു സംഘടനയിലേക്ക് പോകാനുള്ള തീരുമാനം. സംഘടന എന്നല്ല, ബാലെ ട്രൂപ്പ് എന്നാണ്. സംഘടന ട്രൂപ്പ് എന്നാണ് അതിന് പറയുക. അസോസിയേഷൻ അല്ല, ഞങ്ങൾ ട്രൂപ്പ്. മലയാള സിനിമയിലെ ബാലെ ട്രൂപ്പ് ഞങ്ങൾ തുടങ്ങാൻ പോവാണ്. ഇന്ദ്രൻസ് ആണ് അതിന്റെ പ്രസിഡന്റ്. എന്തായാലും അമ്മയുടെ ഔദ്യോഗിക സ്ഥാനത്തേക്ക് ഇനി ഇല്ല. അത് നേരത്തെ എന്നോട് ഈ ബാലെ ട്രൂപ്പിന്റെ പ്രവർത്തനങ്ങളായിട്ട് ഞങ്ങൾ മുന്നോട്ട് നേരത്തെ എന്നോട് നേരത്തെ പറഞ്ഞതാണ്. അത് ഞാൻ നിങ്ങളെ നേരിട്ട് ചോദിച്ചെന്നുള്ളൂ. 100% ഇല്ല, ഭാരവാഹി സ്ഥാനത്തേക്ക് ഞാൻ ഉണ്ടാവില്ല. ഞാൻ പ്രവർത്തകനായിട്ട്
അമ്മയുടെ ഈ ഭാരവാഹിയായിട്ട് എത്ര പ്രവർത്തിച്ചുകൊണ്ടിരുന്നോ അതിൻ്റെ 10 ഇരട്ടി ഞാൻ പ്രവർത്തന എന്ന നിലയിൽ പ്രവർത്തിച്ച് തെളിയിക്കാൻ പോവാണ്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.